ദൈവമേ, ഈ കതകൊക്കെ പൂട്ടാണ്ടാണോ ഇവിടെ ഉള്ളവർ കിടക്കണേ? ആ അനുവാണേൽ ഉറക്കത്തിൽ ആരേലും എടുത്തോണ്ട് പോയാലും അറിയില്ല. അടുത്ത ദിവസം കൊണ്ട് പോണോര് തിരിച്ചു കൊണ്ട് വിടുമെങ്കിലും അത്രയും നേരം ഞാൻ ഒറ്റയ്ക്കിരിക്കണ്ടേ? ഫോണിന്റെ വെളിച്ചത്തിൽ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് പതിയെ അങ്ങോട്ട് നടന്നുകൊണ്ടവൾ പിറുപിറുത്തു. വാതിൽ കുറ്റിയിടുന്ന സമയത്ത് പുറത്തുനിന്ന് കൈ വന്ന് അകത്ത് നിൽക്കുന്നവരെ വലിച്ചോണ്ട് പോകുന്നത് സിനിമയിൽ കഴിഞ്ഞ ദിവസം കണ്ടേ ഉള്ളൂ. പോയി അനുവിനെയും വിളിച്ചോണ്ട് വന്നാലോ? തിരിഞ്ഞ് പടികൾ കയറാൻ ഭാവിച്ചുകൊണ്ട് അവൾ ആലോചിച്ചു. അല്ലേ വേണ്ട, ഉച്ചയ്ക്ക് ഉറക്കത്തിന്ന് ഞാൻ വിളിച്ചേന് അവൾ അടുത്തിരുന്ന ക്ലോക്കാണ് എടുത്തെറിഞ്ഞ്. ജസ്റ്റ് മിസ്സായിരുന്നു. അതിലും ഭേദം ചോര കുടിക്കുന്ന പ്രേതം തന്നെ. ഒരു വലിക്ക് കുടിച്ചിട്ട് പൊയ്ക്കോളൂലോ. വേറെ ആരെയും വിളിക്കാമെന്ന് വെച്ചാൽ നാണക്കേടാകുമല്ലോ ഭഗവാനെ. ധൈര്യം സംഭരിച്ച് വാതിലിനടുത്തേക്ക് ചെന്ന് വാതിലടക്കാൻ ഭാവിച്ചവൾ പെട്ടെന്നാണ് പുറത്ത് ഒരു നിഴൽ രൂപം കാണുന്നത്. ഗന്ധർവൻ, ഡ്രാക്കുള, ഇതിലേതേലും ഒന്നായിരിക്കും. വാതിൽ മറവിൽ നിന്ന് പുറത്തേക്ക് നോക്കി വേണി ഭയത്തോടെ പിറുപിറുത്തു. ഗന്ധർവൻ തന്നെയാണല്ലോ. ഈ മനുഷ്യൻ ഈ പാതിരാത്രി ഒറ്റയ്ക്കിത് എന്തോതിന് വന്നിരിക്കുന്നതാ? വല്ല യക്ഷിയും കണ്ടാൽ കൊണ്ടുപോകുമല്ലോ. എന്നാ ഗ്ലാമറാ! കുറച്ചു നേരത്തെ വീക്ഷണത്തിലൂടെ അവൾ ഭദ്രനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു. പുറത്ത് അരമതിലിൽ കയറി പുറത്തെ കാഴ്ചയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഭദ്രൻ്റെ അരികിലേക്ക് അവൾ ചെന്നു. പതുക്കിയെന്ന് ചുമച്ച് കേൾപ്പിച്ചു. ആലോചനയോടെ ഇരുന്നവൻ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി. വേണിയെ അവിടെ കണ്ടപ്പോൾ പുറത്തെ നിലാവെളിച്ചത്തിൽ അവൻ്റെ ആ ബ്രൗൺ കണ്ണുകളൊന്ന് തിളങ്ങിയിരുന്നു. താൻ ഉറങ്ങിയില്ലടോ? എൻ്റെ കൂടെ അരമതിലിൽ കയറി ഇരിക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. ഉറങ്ങിയല്ലോ. അവിടെ റൂമിൽ കിടന്ന് നന്നായി കൂർക്കം വലിച്ചുറങ്ങുവാ ഞാനിപ്പോൾ. ഒരു നേർത്ത ചിരിയോടെ അവൻ നേരെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. എന്താ ഉറങ്ങാൻ വരാഞ്ഞേ? താൻ എന്തിനാ എന്നെ കെട്ടിയേ? തിരിച്ചൊരു മറുചോദ്യമാണ് അവൻ ചോദിച്ചത്. കെട്ടി കൊച്ചാവേണ്ട പ്രായമായി, അപ്പോഴാണ് കെട്ടിയത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അവളൊന്ന് പിറുപിറുത്തു. അങ്ങനെയല്ലടോ, എന്നെപ്പോലെ ഒരാൾ. തനിക്കറിഞ്ഞൂടെ എൻ്റെ കാര്യങ്ങൾ? ആ പിറുപിറുക്കൽ കേട്ട പോലെ അവൻ ചോദിച്ചു. എനിക്കറിയില്ലല്ലോ ഭദ്രേട്ടൻ്റെ കാര്യങ്ങളൊന്നും. എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. അതിനെപ്പറ്റി ഇവിടെയുള്ളവർക്ക് പോലും കൃത്യമായി അറിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ എന്നെപ്പറ്റി ഭദ്രേട്ടന് എല്ലാം അറിയില്ലേ? ഒരു ചിരിയോടെ വേണി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഭദ്രേട്ടൻ എന്ന വിളിയിൽ അവൻ്റെ മനമൊന്ന് കുളിർന്നെങ്കിലും അവൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയാൻ അവനും അവളുടെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കി. മനസ്സിലായില്ലേ? ഞാൻ ആരുടെ മകളാണെന്ന് അറിയില്ല എന്നുണ്ടോ ഭദ്രേട്ടന്? ഉഷയുടെ പല മോശം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം എനിക്ക് കാവലായത് മാഷച്ചനായിരുന്നു. ഇരിക്കുന്നിടത്തും പോകുന്നിടത്തുമെല്ലാം അതിൻ്റെ പേരിൽ എന്തോരം തല കുനിച്ചിരുന്നു. പലരും ആ കണ്ണിലൂടെ എന്നെ നോക്കിയിരുന്നു. മാഷച്ചനാ പറഞ്ഞത്, തെറ്റ് ചെയ്തില്ലെങ്കിൽ തല കുനിക്കാൻ പാടില്ല എന്ന്. പെണ്ണിൻ്റെ കണ്ണിന് തീനേക്കാൾ തീക്ഷ്ണതയുണ്ടെന്ന്. അവളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മുന്നിൽ നിൽക്കുന്നവൻ വെന്തുരുകി പോകുമെന്ന്. അല്ല, ഞാൻ അവരുടെ മകളല്ല. എന്നാലും അമ്മയുടെ സ്ഥാനം ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ ആ സ്ത്രീ മുന്നിട്ടിറങ്ങി എന്നറിഞ്ഞപ്പോൾ ആ സ്ഥാനവും ഞാൻ മനസ്സിൽ നിന്ന് കളഞ്ഞു. എനിക്കറിയാം ഞാൻ ചേരില്ല ഭദ്രേട്ടനെന്ന്. അതുകൊണ്ടാണ് കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതെന്ന്. കല്യാണം, കുട്ടികൾ എന്ന ആലോചന വന്നിട്ടില്ല മനസ്സിൽ. നടക്കില്ലെന്നറിഞ്ഞിട്ട് ആഗ്രഹിക്കുന്നത് എന്തിനാ? മാഷച്ചൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതം അറിയിച്ചത്. ഇപ്പോൾ എന്തോ ജീവിക്കണമെന്ന് തോന്നുന്നു. കണ്ണിൽ നീർത്തിളക്കത്തോടെ ചിരിക്കുന്നവളെ അവൻ കുറച്ചു നേരം നോക്കി നിന്നു. ആ നോട്ടം കണ്ടവൾ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി അകലേക്ക് നോക്കിയിരുന്നു. കുറച്ചു നേരം അവിടെ മൗനം തളം കെട്ടി നിന്നു. ആ മൗനത്തിൽ നിന്നും ആദ്യം പുറത്തു വന്നത് ഭദ്രനായിരുന്നു. പറയാൻ എനിക്കും ഒരുപാടുണ്ട്. പറഞ്ഞു കഴിയുമ്പോൾ തനിക്കാണ് അർഹത എന്ന് മനസ്സിലാകും. എനിക്ക് പറയാനും തനിക്ക് കേൾക്കാനുമുള്ള സമയമായിട്ടില്ല. അപ്പോൾ അർഹതയെപ്പറ്റി നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ താൻ വാ, സമയം എത്രയായെന്നറിയോ? ദൂരേക്ക് നോക്കി അതും പറഞ്ഞവൻ അവളെ നോക്കുമ്പോഴേക്കും അരമതിലിനോട് ചേർന്നുള്ള തൂണിൽ ചാരി ഉറങ്ങുന്നവളെയാണ് കാണുന്നത്. കുറച്ചു നേരം അവളെ തന്നെ നോക്കി അവൻ ഇരുന്നു. ആ ഉറക്കം അവൾക്ക് പ്രയാസമായി തോന്നിയവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ പോയി നിന്നു. തിരുനെറ്റിയിൽ സിന്ദൂരവും നെറ്റിയിൽ ചന്ദനക്കുറയും കഴുത്തിൽ മഞ്ഞ ചിരടിൽ കോർത്ത താലിയുമായി തനിക്ക് മാത്രമായി ഒരുവൾ. തനിക്കെന്ന് പറയാൻ ആ ഒരുവൾ. സിന്ദൂരം തൊടുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്ന കണ്ണുനീർ അവളുടെ എന്നോടുള്ള താല്പര്യമില്ലായ്മയാണെന്ന് ഞാൻ കരുതിപ്പോയതെന്തേ? രാത്രിയിലെ പാതിരാക്കാറ്റിൽ നെറ്റിയിലേക്ക് വീണ അവളുടെ മുടിയിഴകളെ ചെവിക്ക് പിറകിലേക്കാക്കി അവളെ രണ്ട് കൈ കൊണ്ടും അവൻ കോരിയെടുത്തു.
ചായാൻ ഒരിടം കിട്ടിയ മാതിരി അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പതുങ്ങിച്ചേർന്നു. അവളെയും കോരിയെടുത്ത് നടന്നവൻ വാതിൽ കാലുകൊണ്ടൊന്ന് ചാരി അവളെയും കൊണ്ട് പടികൾ കയറി. അതും നോക്കി പടികൾക്ക് താഴെ മറഞ്ഞിരുന്നവനെ ഭദ്രൻ ശ്രദ്ധിച്ചിരുന്നില്ല. മുറിയിൽ വേണിയെ കട്ടിലിൽ കൊണ്ട് കിടത്തി കതകടച്ച് ലൈറ്റ് അണച്ചു. റെഡ് ലാമ്പ് ഇട്ടുകൊണ്ട് അവൾക്കടുത്തായി അവൻ കിടന്നു. ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നവൾക്ക് നേരെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് തലയിണയിൽ അവൾ വെച്ചിരിക്കുന്ന കൈകൾക്ക് മുകളിൽ കൈകൾ വെച്ച് കൊണ്ടവൻ കണ്ണുകൾ അടച്ചു. അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത ചിരിയുണ്ടായിരുന്നു. രാവിലെ വേണി എഴുന്നേൽക്കുമ്പോൾ ഭദ്രൻ മുറിയിലുണ്ടായിരുന്നില്ല. മുറിയാകെ കണ്ണോടിച്ചവൾ ഇന്നലത്തെ ഓർമ്മയിലേക്കെത്തി. ഇന്നലെ എങ്ങനെ മുറിയിലെത്തി? ഭദ്രേട്ടനായിരിക്കുമോ കൊണ്ടു കിടത്തിയത്? ആ ഓർമ്മയിൽ ഒരു ചിരിയോടെ തലയണയിൽ ഒന്ന് മുഖം പൂഴ്ത്തി അവൾ ആ കട്ടിലിൽ ഒന്ന് ഉരുണ്ട ശേഷം ഡ്രസ്സ് എടുത്തോടി ബാത്റൂമിൽ കയറി. കുളിച്ചു കഴിഞ്ഞിറങ്ങിയവൾ മാഷച്ചൻ്റെ വീട്ടിലേക്ക് പോകാൻ ഡ്രസ്സ് കബോർഡിൽ നിന്ന് എടുക്കുമ്പോഴാണ് പിൻകഴുത്തിൽ ഒരു നേർത്ത നിശ്വാസം അടിച്ചത്. തിരിഞ്ഞു നോക്കാതെ തന്നെ ആ ശ്വാസം ആരുടേതാണെന്ന് അവൾക്ക് ബോധ്യമായി. ഈ സാരി ഉടുക്കുമോ താൻ? അമ്മയുടെയാ. അവൾ മുൻപിൽ നിൽക്കെ തന്നെ കബോർഡിൽ നിന്ന് സാരി എടുത്തുകൊണ്ട് നേരെ നിന്നുകൊണ്ടവൻ ചോദിച്ചു. നെഞ്ചിൽ കൈവച്ച് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ടവൾ തിരിഞ്ഞു നിന്ന് കണ്ണുകൾ ഉയർത്തി അവനെയൊന്ന് നോക്കി. അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. താടി വെട്ടിയൊതുക്കി നെറ്റിയിൽ കുറിയും ചാർത്തി നീല കളർ ഷർട്ടും കസവും മുണ്ടും ഉടുത്തു നിൽക്കുന്നവനെ കാണെ അവളുടെ കണ്ണുകൾ ഒരു വേള തിളങ്ങി. കല്യാണത്തിന് പോലും ഈ പ്രസന്നത മുഖത്തുണ്ടായിരുന്നില്ല എന്നവൾ ഓർത്തു. തന്നെ ഇമചിമ്മാതെ നോക്കി നിൽക്കുന്നവളെ കാണെ അവനൊരു കയ്യാൽ വിരൽ ഞൊടിച്ചുകൊണ്ട് കയ്യിലുള്ള സാരിയിലേക്ക് കണ്ണ് താഴ്ത്തി കാണിച്ചു. അപ്പോഴാണ് അവൾ അവൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിക്കുന്നത്. കസവിൻ്റെ നൂലിഴകളിൽ ഉണ്ണിക്കണ്ണൻ്റെ പടമുള്ള ഒരു സെറ്റ് സാരിയായിരുന്നു അത്. പഴക്കം ഒട്ടും തോന്നിക്കാത്ത വിധം അത്രമേൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഒരു ചിരിയോടെ തന്നെ അവളത് അവൻ്റെ കയ്യിൽ നിന്നും മേടിച്ചു. അത് തനിക്ക് തരണമെങ്കിൽ അവൾ ആരൊക്കെയോ ആയി തീർന്നു എന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ വസ്ത്രം മാറാൻ പോയതും അത് നോക്കിയിട്ട് ചിരിയോടെ ഷർട്ടിൻ്റെ കൈമടക്കി വെച്ചുകൊണ്ട് ഭദ്രൻ പടികളിറങ്ങി താഴേക്ക് നടന്നു. നേർത്ത ചിരിയോടെ പടികളിറങ്ങി താഴേക്ക് വന്ന ഭദ്രന് നേർക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം. എല്ലാവരുടെയും നോട്ടം കണ്ടെങ്കിലും അവൻ അവരെ ആരെയും നോക്കാതെ തന്നെ കഴിക്കാനായി പോയിരുന്നു. നന്നായിട്ടുണ്ട് എൻ്റെ കുട്ടി. ഇപ്പോഴാ മുഖത്തൊരു തെളിച്ചം വന്നത്. മുത്തശ്ശി നിറഞ്ഞ മനസ്സോടെ ഭദ്രൻ്റെ തലയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. അത് ശരിയെന്നോണം എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി നിന്നിരുന്നു. 3 പേരിലൊഴികെ. മുത്തശ്ശി പറയുന്നത് കേട്ട ലളിതാമ്മ പരിഹാസ ചിരിയോടെ നേരെ നോക്കിയത് അവനെ നോക്കി വെള്ളമിറക്കിയിരിക്കുന്ന സൂര്യയായിരുന്നു. അത് കണ്ട് അവർ നെടുവീർപ്പോടെ സൂര്യക്കടുത്തിരിക്കുന്ന തൻ്റെ മകനെ ഒന്ന് നോക്കി. വായും തുറന്ന് തിളങ്ങുന്ന കണ്ണുകളോടെ പടിക്ക് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന സന്ദീപിനെ കണ്ടതും നെറ്റിയൊന്ന് ചുളുക്കി അവർ അവൻ്റെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് ഒന്ന് നോക്കി. സെറ്റ് സാരിയിൽ സുന്ദരിയായി വരുന്ന വേണിയെ കണ്ട് അവർ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ആ മോൾ ഒരുങ്ങിയോ? വാ, വന്ന് ഭദ്രൻ്റെ കൂടെ കഴിക്ക്. സമയം ഏറെ ആയില്ലേ? മാഷ് നോക്കിയിരിക്കുന്നുണ്ടാകും. വല്യച്ഛൻ്റെ ശബ്ദമാണ് ഹാളിലിരിക്കുന്ന ബാക്കി എല്ലാവരുടെയും നോട്ടം വേണിയിലേക്ക് മാറ്റിയത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രൻ്റെ നോട്ടവും ആ വേള വേണിയിലേക്കായി. വേണിയെ ആ വേഷത്തിൽ കണ്ട ഭദ്രൻ്റെ കണ്ണുകളിൽ ആരും തിരിച്ചറിയാത്ത വിധം ഒരു നീർത്തിളക്കവും ചുണ്ടിൽ പുഞ്ചിരിയും ഉണ്ടായിരുന്നു. ആരും അത് കാണാതിരിക്കാൻ പെട്ടെന്ന് തന്നെ അവൻ കുനിഞ്ഞ് ബാക്കി ആഹാരം കഴിക്കാൻ തുടങ്ങി. എന്നാൽ അവനിൽ മാത്രം കണ്ണുകൾ പതിപ്പിച്ചവൾ അത് കണ്ടെങ്കിലും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ബാക്കി എല്ലാവരെയും ഒന്ന് നോക്കി അവൾ ഭദ്രനടുത്തായി വന്നിരുന്നു. വേണിക്കിത് നന്നായി ചേരുന്നുണ്ട്. വേണിയോ? ഏട്ടത്തിയമ്മ എന്ന് വിളിക്ക് സന്ദീപേ, അല്ലെങ്കിൽ ചേച്ചി. അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നവൻ പെട്ടെന്നാണ് താൻ എന്താ പറഞ്ഞതെന്ന് ഓർത്തത്. സോറി വല്യമ്മേ, പെട്ടെന്ന് വേറെ എന്തോ ഓർത്തു. പെട്ടെന്നൊരു ചിരി എടുത്തുകൊണ്ടവൻ അതും പറഞ്ഞ് ഫോണിലേക്ക് മുഖം താഴ്ത്തി. ഏട്ടത്തി എന്ന വാക്ക് അവനെ അത്രത്തോളം അലൗസരപ്പെടുത്തിയിരുന്നു. അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ അവരുടേതായ ലോകത്തായിരുന്നു ഭദ്രനും വേണിയും മൗനം കൊണ്ട്. അനു, എടി അനു, എഴുന്നേൽക്കടി. നീ അവരുടെ കൂടെ മാഷച്ചൻ്റെ അടുത്ത് പോകുവാന്ന് പറഞ്ഞിട്ട് പോണില്ലേ? പോണില്ലേ പറ, അവർ പൊക്കോട്ടെ. വല്യമ്മ അനുവിനെ കുലുക്കി വിളിക്കുന്നുണ്ട്. ഇനി 10 മീറ്റർ അകലെയുമായിട്ടും നിൽപ്പുണ്ട്. പെണ്ണിന് ഉറക്കം പോയാൽ ഭ്രാന്താ. വരുന്നമ്മ, രാത്രി കിടന്നപ്പോൾ 9 മണിയായില്ലേ? ഉറക്കം ശരിയായില്ല. 10 മിനിറ്റ് കൂടി. പുതപ്പ് തലവഴി ഇട്ടുകൊണ്ടവൾ പറഞ്ഞു. വേണി, നിങ്ങൾ പോയിട്ട് വാ. വേണ്ട വേണ്ട, ഞാൻ ദാ വന്നു. ജാനകിയമ്മ പറഞ്ഞതും പുതപ്പും പുതച്ച് കുളിമുറിയിലേക്ക് ഓടിക്കൊണ്ട് അനു വിളിച്ചു പറഞ്ഞു. ഈയൊക്കെ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാതെ അവരുമായി ഒന്ന് അടുക്കാൻ നോക്ക് പിള്ളേരെ. നീ വേണിയുമായി കുറച്ചുകൂടി സമയം ചെലവഴിക്കാൻ നോക്ക്. നീ ഭദ്രന് ആവശ്യമുള്ളതെല്ലാം എടുത്തു കൊടുക്ക്.
എന്നിട്ട് പുറകെ നടക്ക്. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ നോക്ക്. അവൾ അവൻ്റെ മനസ്സിൽ കയറി എന്നാ എനിക്ക് തോന്നുന്നത്. അവൻ്റെ രൂപമാറ്റമെല്ലാം അതിൻ്റെ സൂചനയാ. അവനെ തെറ്റ് പറയാൻ പറ്റുമോ? ആരായാലും നോക്കിപ്പോവൂലേ? എന്നാ ഒരു പെണ്ണ, ഭദ്രൻ്റെ ഒരു യോഗമേ. ലളിത പറഞ്ഞത് കേട്ട് ഒരു നെടുവീർപ്പോടെ സന്ദീപ് പറഞ്ഞു. അത് കേട്ട് ഒരു പുച്ഛത്തോടെ സൂര്യ കണ്ണാടിയിൽ നോക്കി ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടെ കടുപ്പത്തിൽ തന്നെ വരച്ചു തുടങ്ങി. ഞാനും വരട്ടെ ഏട്ടാ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ? എല്ലാവരും റെഡിയായി പുറത്തേക്ക് വന്നപ്പോൾ സന്ദീപ് ചോദിച്ചു. എന്നാ ഞാനും ഉണ്ട്, സന്ദീപിനൊപ്പം സൂര്യയും പറഞ്ഞു. വേണ്ട, അവർ പോയിട്ട് വരട്ടെ. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അവർക്ക് കുറച്ച് പ്രൈവസിയൊക്കെ വേണ്ടേ? അവർ പറയുന്നത് കേട്ട് പത്മനാഭൻ ഗൗരവത്തോടെ പറഞ്ഞു. അപ്പോൾ അനു പോകുന്നതോ? ഓ, ഞങ്ങൾക്കാണല്ലോ വിലക്കെല്ലാം. നീ ഇതെന്തൊക്കെയാ സൂര്യ പറയുന്നേ? വേണ്ട വല്യച്ഛ, അവരും വന്നോട്ടെ. ഇനി ഇതിൻ്റെ പേരിൽ ഒരു ബഹളം വേണ്ട. വല്യച്ഛനോട് ഭദ്രൻ പറഞ്ഞത് കേട്ടതും സൂര്യ കാറിൻ്റെ മുൻസീറ്റിൽ കയറി ഇരിക്കാൻ ഓടിയിരുന്നു. എന്തോന്ന് ചേച്ചി, ഞങ്ങളറിയാതെ കഴിക്കാൻ വല്ലതും കൊണ്ട് വെച്ചിട്ടുണ്ടോ കാറിൽ? എന്നോട് പറഞ്ഞില്ലല്ലോ. വേണിയുടെ ഓട്ടം കണ്ടുകൊണ്ട് അന്തം വിട്ടിരിക്കുന്ന എല്ലാവരെയും നോക്കി അനു വേണിയുടെ ചെവിയിൽ പതിയെ ചോദിച്ചു. വായേട്ടാ, പോകാം. തന്നെ നോക്കി ദഹിപ്പിക്കുന്ന വേണിയെ നോക്കി അനു പറഞ്ഞു. ദുഃഖെ പോയി വാക്കേട്ടോ, വല്യച്ഛൻ കരുതലോടെ എല്ലാവരോടുമായി പറഞ്ഞു. എങ്കിൽ പിന്നെ സന്ദീപ് വണ്ടി ഓടിച്ചോളൂ. സന്ദീപിൻ്റെ കയ്യിൽ കാറിൻ്റെ കീ കൊടുത്തുകൊണ്ട് ഭദ്രൻ കാറിൻ്റെ പിറകിലേക്ക് പോയിരുന്നു. അത് കണ്ടുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി അനുവും വേണിയും ഒന്ന് ചിരിച്ചു. അത് കഴിഞ്ഞതും കോ ഡ്രൈവർ സീറ്റിൽ വിളറിയിരിക്കുന്ന സൂര്യയെ നോക്കി വേണി ഓടിപ്പോയി ഭദ്രനടുത്തായി പുറകിലിരുന്നു. കൂടെ തന്നെ അനുവും. അല്ലടി, എവിടെയോ എന്തോ ഒരു തകരാറില്ലേ? ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നോക്കിക്കേ, ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്, സത്യം. മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെരിച്ചുകൊണ്ട് അനു പറഞ്ഞു. നീ ഇത് എന്തോ നാടി പറയുന്നേ? അനു പറയുന്നത് കേട്ടവൾ സൂര്യയിൽ നിന്നുള്ള നോട്ടം മാറ്റി അനുവിനെ നോക്കി ചോദിച്ചു. ചേച്ചി എൻ്റെ തലയുടെ തകരാറല്ലേ ചോദിച്ചേ? കരളും കിഡ്നിയും പോലെ അല്ലായിരുന്നോ ചേച്ചി നമ്മൾ? ചേച്ചി ഇങ്ങനെ എന്നോട് ചോദിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഇല്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് അവന് ചോദിച്ചു. ചങ്കും കരളും എന്നല്ലടി, ഇവിടിപ്പോൾ അതാണോ വിഷയം? ഡി വെളിവില്ലാത്തോളെ, ഞാൻ സൂര്യയാണടി പറഞ്ഞത്. അനു പറഞ്ഞത് കേട്ടതും തലയിൽ കൈവച്ചുകൊണ്ട് വേണി പറഞ്ഞു. ഓ അതാണോ? അത് ചേച്ചിയുടെ പണിയാ. ചേച്ചിയുടെ കെട്ടിയോനെ വളക്കാൻ നോക്കുന്നതാ. കാലം കുറച്ചായി, നടന്നില്ല. ഏട്ടൻ്റെ പെങ്ങളല്ലേ സൂര്യ, എന്നിട്ടാണോ? ആ, പ്രേമത്തിന് കണ്ണോ മൂക്കോ ആങ്ങളെയോ എന്നൊന്നുമില്ലല്ലോ. തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ലേ അമ്മാവനെ കെട്ടുന്നത്? ഇതും അങ്ങനെ കരുതിയാൽ മതി. ആ, എൻ്റെ ചേട്ടന് ഭാഗ്യമില്ല, അത്ര തന്നെ. അല്ലേ തങ്കം പോലത്തെ സൂര്യേച്ചിയെ കളഞ്ഞ് വള്ളി പോലത്തെ വേണിയേച്ചിയെ കെട്ടുമോ? വേണിയെ ഒന്ന് ഒളിഞ്ഞു നോക്കി അനു പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ടും അനക്കം കേൾക്കാതെ അനു നോക്കിയതും കാണുന്നത് തന്നെ നോക്കി കയ്യിലിരിക്കുന്ന ഡയറി മിൽക്ക് വായിലേക്ക് കുത്തിക്കയറ്റുന്ന വേണിയെയാണ്. അയ്യോ, വായിലിടല്ലേ ചേച്ചി, തുപ്പ്. മിണ്ടാതിരി അനു. വേണിയുടെ കവളിൽ പിടിച്ചു വാതുറപ്പിക്കാൻ നോക്കുന്ന അനുവിനെ നോക്കി ഭദ്രൻ വിളിച്ചു. എന്നാലും ചേച്ചിക്ക് ഇത് എവിടുന്ന് കിട്ടി? ദുഷ്ടേ, ഒരു പീസ് തന്നില്ലല്ലോ. അനു പതുക്കെ വേണിയുടെ ചെവിയിൽ ചോദിച്ചു. ഇറങ്ങാൻ നേരം വല്യമ്മ തന്നതാ. നിനക്ക് വേണേ നിന്റെ തങ്കത്തിനോട് ചോദിക്ക്. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ചേച്ചിയല്ലേ തങ്കം, മറ്റേത് പിച്ചള. താ ചേച്ചി. എൻ്റെയിലൊന്നുമില്ല, ദേ തീർന്നു, കണ്ടില്ലേ? രണ്ട് കൈയും അനുവിന് മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് വേണി പറഞ്ഞു. പോ, ഇനി എന്നോട് മിണ്ടണ്ട. അതും നോക്കി അനു മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നാൽ ഇതൂടെ വായിലിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കെ. അവളുടെ വായിലേക്ക് പുറകിൽ ഒളിപ്പിച്ച് വെച്ച മിഠായി എടുത്തുകൊണ്ട് വേണി പറഞ്ഞു. അത് നോക്കി ഒരു ചിരിയോടെ ഭദ്രൻ പുറത്തേക്ക് നോക്കിയിരുന്നു. കുറേ കാലമായി ഇവിടെയൊക്കെ കണ്ടിട്ട്. പരിചയം തോന്നാത്ത വിധം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളുണ്ട്. ഒപ്പിടാനുള്ളതെല്ലാം വീട്ടിൽ കൊണ്ട് വരാറുള്ളത് കൊണ്ട് ഒന്നിനും പുറത്തു പോകാറില്ല. മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ മനസ്സ് പാകപ്പെടുന്നു. ഓർമ്മകൾക്ക് മാറ്റം വരുത്താൻ പറ്റുമോ തന്നെ കൊണ്ട്? മുഖമമർത്തി തുടച്ചുകൊണ്ടവൻ ഓർമ്മകളെ പുറകിലേക്ക് തള്ളി നീക്കി. അങ്ങോട്ട് ഏട്ടനടുത്തായി കുറച്ച് നീങ്ങിയിരിക്കും വേണിയേച്ചി, എനിക്കിരിക്കാൻ സ്ഥലമില്ലെന്നേ. ഏട്ടനെ നോക്കുന്ന സൂര്യയെ കേൾപ്പിക്കാൻ എന്നോണം അനു പറഞ്ഞു. നേരം അത്രയും ഭദ്രനിലായിരുന്നു വേണിയുടെ കണ്ണുകൾ. ഓർമ്മകൾ അവനെ ശല്യം ചെയ്യുന്നു എന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന പോലെ തന്നെ അവൾ അവനടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവൻ്റെ കൈത്തണ്ടയിൽ കൈകൾ ചേർത്തു. അവൻ്റെ മറുകൈ അപ്പോഴേക്കും അവളുടെ കൈകളെ പൊതിഞ്ഞിരുന്നു.